ഡയറി സ്റ്റുഡിയോ. ഇറ്റ്സ് മീ പ്രീതി കൃഷ്ണ. ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓഫ്ലൈനായിട്ട് നമ്മൾ ആരി ക്ലാസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സമയക്കുറവുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടുമാണ് ഇത്രയും ദിവസം വീഡിയോസൊക്കെ നിന്ന് പോയത്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഗാലറിയിൽ കുറച്ച് മുന്നൂസം ചെയ്തു വെച്ചൊരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തൊരു ബ്ലൗസ് ഡിസൈനാണ്. സെറ്റ് സാരിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഒരുപാട് ഹെവി അല്ല, എന്നാൽ ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ഞാൻ ചെയ്തത്. ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനായി ഇവിടെ നെക്കെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗോൾഡൻ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് 3-4 ലൈൻസ് വരെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഷുഗർ ബീഡാണ് ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ ബോർഡറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് 2 കൂടുതൽ ബീഡ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. 3-4 ബീഡ്സൊക്കെ ഒരുമിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഫാബ്രിക് ഊരുന്ന സമയത്ത് ഇങ്ങനെ ബീഡ്സൊക്കെ ലൂപ്പ് പോലെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യാതെ മാക്സിമം 2 ബീഡ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ലൈനായിട്ട് 4 mm റൗണ്ട് ബീഡാണ് കൊടുക്കുന്നത്. റൗണ്ട് ബീഡ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ റൗണ്ട് ബീഡ്, ഷുഗർ ബീഡ് അങ്ങനെ ഒന്നിടവിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ലൈന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈനായിട്ട് വീണ്ടും ഷുഗർ ബീഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഷുഗർ ബീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഒരു 1 ഇഞ്ചൊക്കെ ആണ് ബോർഡർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് ഷുഗർ ബീഡ്, റൗണ്ട് ബീഡ്, ഷുഗർ ബീഡ് ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ബീഡ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല ഫിനിഷിങ്ങിനായിട്ട് ഒരു ലൈൻ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പേസ് അവിടെ ബാക്കിലുള്ളതുകൊണ്ട് ഞാനിവിടെ പുട്ടാസ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടാസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തവിടെ ഞാൻ ഫസ്റ്റ് തന്നെ 4 mm റൗണ്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ചുറ്റും ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പുട്ടാസ് കൊടുക്കാം. ഞാനിവിടെ കുറച്ചൊരു ഹെവി ആയ രീതിയിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം മുകളിൽ ഒരു റൗണ്ട് ബീഡും പ്ലസ് ഷുഗർ ബീഡും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എൻഡിനോട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഷുഗർ ബീഡ് ഓൾറെഡി കൊടുത്തുനിന്ന് ഒരു ഹാഫ് സർക്കിൾ പോലെ റൗണ്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ റൗണ്ട് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ പുട്ടാസ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇപ്പം ബാക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയി. ബാക്കിൽ ചെയ്ത സെയിം ബോർഡർ തന്നെയാണ് ഫ്രണ്ട് നെക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ലീവിലാണെങ്കിലും അതേ സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ സെറി ത്രെഡ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഷുഗർ ബീഡും അതുപോലെ തന്നെ റൗണ്ട് ബീഡും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോസ് ഇടാത്തത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായി പോയും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് സ്റ്റിച്ചിങ്ങിന് ശേഷമുള്ള ബ്ലൗസിൻ്റെ ലുക്ക്. എനിവേ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.